നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ വെഞ്ഞാറമൂട്ടിലെ ഭീതി ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. ആ ഒരു ദുഃഖത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കൊല്ലത്ത് അതിക്രൂരമായ മറ്റൊരു കൊലപാതകം നടന്നിരിക്കുന്നത്. അവിടെയും ചെറുപ്പക്കാരനാണ് താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ സഹോദരനെ കൊലപ്പെടുത്തി. കൊല്ലത്ത് നടന്ന ഈ സംഭവം അത് വാർത്തയായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വാർത്തകൾ വരുന്നതിന് താഴെ ചില കമന്റുകളുണ്ട്. തേജസ് എന്ന അയാൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുകയും ആ കുടുംബത്തെ മുഴുവൻ കൊല്ലാനാണ് നോക്കിയത്. ആദ്യം കൊലപ്പെടുത്താൻ തുനിഞ്ഞത് ആ പെൺകുട്ടിയെ തന്നെയാണ്. പക്ഷെ പെൺകുട്ടിയെ കാണാത്തത് കൊണ്ട് അവിടെ ഒരു വലിയ ഭീകര അന്തരീക്ഷം ഉണ്ടാക്കുന്നു. പെട്രോൾ ഒഴിച്ച് എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നു. കുപ്പിയായിട്ടാണ് അവൻ ചെന്നത്. അപ്പോൾ അച്ഛൻ ഇടപെടുന്നു. അച്ഛനെ പിടിച്ചു മാറ്റാൻ മകൻ വരുമ്പോഴാണ് മകനെ കുത്തി കൊലപ്പെടുത്തിയിട്ട് തേജസ് അവര് അവിടെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നിരുന്ന മാങ്ങ എന്തോ മുറിച്ചത് കഴിച്ചുകൊണ്ടിരുന്നിരുന്ന കത്തി എടുത്തിട്ടാണ് ഫെബിനെ കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കാറിൽ കയറി അതിവേഗത്തിൽ പാഞ്ഞു പോകുകയും ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യുകയുമാണ് തേജസ്. ഞരമ്പ് മുറിക്കുകയും ചെയ്തു തേജസ്. അപ്പോൾ ഒരു കൊലപാതകവും ആത്മഹത്യയുമാണ് കൊല്ലത്ത് നടന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വിവരമല്ല. ഈ വാർത്തയ്ക്ക് താഴെ ചില കമന്റുകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവളായിരുന്നു ചാകേണ്ടിയിരുന്നത്, നിർഭാഗ്യവശാൽ അനുജനയായി പോയി കയ്യിൽ കിട്ടിയത്, ഇവളുമാരൊന്നും ജീവനോടെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് കുറെ കമന്റുകൾ. അതെല്ലാം ഈ അധികം പ്രായമില്ലാത്ത ചെറുപ്പക്കാരാണ് ഈ കമന്റ് ഇടുന്നത്. ആ കമന്റ് ആണ് നമ്മളെ ഭീതിപ്പെടുത്തുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു വാക്കാണ് തേച്ചു. കാമുകൻ കാമുകിയെ തേച്ചു, കാമുകി കാമുകനെ തേച്ചു. അപ്പോൾ ഈ ഇങ്ങനെ തേക്കുന്നവരെ എല്ലാം അങ്ങ് കൊന്നു കളഞ്ഞേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇറങ്ങി തിരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ കേരളത്തിൽ പിന്നെ മനുഷ്യന്മാരുണ്ടാവില്ല. കാരണം ഇങ്ങനെ ഇതെല്ലാം ഇപ്പൊ പ്രണയം തോന്നുന്നതും പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നതും അല്ലെങ്കിൽ ഒരു വിവാഹം അഭ്യർത്ഥന നടത്തുന്നത്, വിവാഹം പിന്നീട് ചിലപ്പോൾ ആവാമെന്ന് വെച്ച വിവാഹം തന്നെ പിന്നീട് അത് പറ്റില്ല എന്ന് പറയുന്നത്, ഇതെല്ലാം വിവാഹമോചനങ്ങൾ, ഇതെല്ലാം പതിവുള്ള കാര്യമാണ്. ഇതൊന്നും ഒരു ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. അപ്പോ ഇത്തരം ഒരു കേസില്, ഇങ്ങനെ ഒരു വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ള ഒരു കേസില് ആ കുടുംബത്തിനെ മൊത്തം കൊല്ലാനായിട്ടാണ് ഇവൻ പെട്രോളുമായിട്ട് വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് ചെന്നുടനെ തന്നെ വീട്ടിൽ മുഴുവൻ പെട്രോൾ തെളിച്ചിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് തീപിടുത്തം ഉണ്ടായില്ല. അപ്പോ അതിൽ നിന്നാണ് പിന്നെ അച്ഛൻ തടയാൻ വരുന്നു, മകനെ കൊല്ലുന്നു. അപ്പൊ ഇത്ര രീതിയിലേക്കെല്ലാം പോകുമ്പോൾ ഇതൊരു സൈക്കോ ക്രിമിനലിസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആൺകുട്ടികൾ ഇപ്പൊ വളരുന്നതെന്ന് തോന്നുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന് പറഞ്ഞാൽ, ഗ്രീഷ്മയുടെ കേസിൽ പറഞ്ഞ പെൺകുട്ടികളും. അപ്പൊ ഇതെല്ലാം ഒരു കേരളം എങ്ങോട്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവതലമുറയുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ലഹരിയാണോ? അതിന്റെ വേറൊന്നൊരു കാര്യം പറഞ്ഞു. ഈ തേജസിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു, ഇവൻ സമൂഹത്തില് നാട്ടിൽ എല്ലാവർക്കും സമ്മതനായ കുട്ടിയാണ്. എല്ലാവരെയും സഹായിക്കുന്നവരാണ്. യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ല. അപ്പൊ അഫാന്റെ കേസിനും പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെയാണ്. ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ല, ആരോടും അധികം സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, നല്ല പയ്യൻ. വെള്ളറടയിലെ പ്രജിൻ അച്ഛനെ കൊലപ്പെടുത്തി, അതും ഇങ്ങനെ തന്നെ. അപ്പൊ പുറത്തേക്ക് നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും വളരെ മാന്യന്മാരായിട്ട് നടക്കുന്ന കുട്ടികളാണ്. കുറച്ച് പോക്കിരിയാണ് അവൻ, കുറച്ച് തല്ലുള്ളിയാണ് എന്ന് പറയുന്നവരല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. വളരെ മാന്യമായി, അതും നല്ല കുടുംബങ്ങളിലുള്ള ആൾക്കാര്. നല്ല കുടുംബങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുടുംബങ്ങളെ സമൂഹത്തിലെ നിലയും വിലയുമുള്ള അദ്ദേഹത്തെ, ഈ തേജസിന്റെ അച്ഛൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് അച്ചടക്കത്തോടു കൂടി വളർന്ന കുട്ടികളാണ് ഇത്തരം തെറ്റുകളിലേക്ക് പോകുന്നത്. അതൊരു വളരെ ഭീതിതമായ അന്തരീക്ഷം തന്നെയാണ് ഇപ്പൊ കേരളത്തിൽ ഉള്ളത്. അല്ല, ഈ സമൂഹത്തിൽ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മക്കളൊക്കെ അച്ചടക്കത്തിൽ വളരുന്നു എന്നൊരു അങ്ങനെയല്ല പറഞ്ഞത്. ബാക്കിയുള്ളവർ മോശക്കാരാണ് എന്നല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനൊക്കെ ആകുമ്പോൾ തീർച്ചയായും ആ ഒരു ചിട്ട ഉണ്ടാകുമെന്നാണല്ലോ നമ്മൾ കരുതുന്നത്. കാരണം ക്രമസമാധാനം പാലനം നടത്തേണ്ട പോലീസുകാരനാണ് അദ്ദേഹം. സ്വന്തം കുടുംബത്തിലുള്ളവരെ പോലും, മക്കളെ പോലും നല്ല രീതിയിൽ അപ്പോൾ വളർത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം. ഈ കുട്ടിക്കും സിവിൽ പോലീസായിട്ട് ഇതിൽ ഉദ്യോഗസ്ഥൻ ജോലിക്ക് സെലക്ഷൻ കിട്ടിയതാണ്. പിന്നെ കായിക പരിശോധനയിലാണ് ഒന്ന് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു പോലീസ് ടെസ്റ്റ് എഴുതാൻ മാത്രം ആ കുട്ടി പഠിച്ചിട്ടുണ്ട്, അതിനുള്ള വിവരമുണ്ട്. അപ്പൊ അതിനുള്ള മാനസികമായിട്ടുള്ള പക്വതയും അതിന് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു പോലീസ് ആകാനുള്ള പരീക്ഷ എഴുതുന്നത്.
എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ തന്നെയല്ല നമ്മൾ അതിൽ കാണേണ്ട മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥനാണ് പിതാവ്. അങ്ങനെ വരുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ സംസാരിക്കാറുള്ളവരായിരിക്കും. ഭക്ഷണം കഴിക്കുന്ന വേളകളിലോ ഒന്നിച്ചിരിക്കുന്ന സമയങ്ങളിലോ ഒക്കെ എന്തായാലും ഒരു പോലീസുകാരൻ തന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ കുടുംബവുമായി ഷെയർ ചെയ്യുന്ന ഒരാളായിരിക്കും. അച്ഛൻ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SI ആണ്. അപ്പോൾ അത്ര ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു കുടുംബത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പോലീസുകാരന്റെ കുടുംബത്തിലാണ്. അപ്പോൾ പിന്നെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? നല്ല ഡിഗ്നിറ്റി ഉള്ള ഒരു ജോലിയിൽ ഇരിക്കുന്ന ആള് തന്നെയാണ്. മറ്റേ പെൺകുട്ടിയുടെ വീട്ടുകാരും മോശമല്ല, രണ്ടു കൂട്ടരും നല്ല വീട്ടുകാർ തന്നെയാണ്. നല്ല രീതിയിൽ കുട്ടികളെ വളർത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ അതിലൊരു കാര്യം പറയുന്നത്, രണ്ടു കൂട്ടരും ബാങ്കിങ് പരീക്ഷയ്ക്ക് ഒരുമിച്ച് പോയിരുന്നു. കോളേജിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അവർ ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, ബാങ്കിങ് പഠിക്കൊക്കെ സമയത്ത് ഇവർ തമ്മിൽ പ്രണയത്തിലായി. അതിന് വീട്ടിൽ പറഞ്ഞപ്പോ രണ്ട് വീട്ടുകാർക്കും സമ്മതമായി. വിവാഹാലോചന വരെ എത്തി. അത് വിവാഹം നടത്താമെന്നുള്ള വാക്കും വന്നിരുന്നു. പക്ഷെ അതിനുശേഷം ബാങ്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടി, ആൺകുട്ടിക്ക് കിട്ടിയില്ല. അപ്പൊ ജോലി കിട്ടിയതിന് ശേഷം ഇവർ അതിനുശേഷം ആൺകുട്ടിക്ക് അതിനുശേഷമാണ് പോലീസ് സെലക്ഷൻ കിട്ടിയത്. പക്ഷെ കായിക നടത്തുമ്പോ പരീക്ഷയില് തോറ്റുപോയി. അപ്പോ ആൺകുട്ടിക്ക് തേജസിന് ജോലി കിട്ടിയിട്ടില്ല. പെൺകുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടി പിന്നീട് ആ വിവാഹത്തിൽ നിന്ന് പിൻവലിഞ്ഞു. പെൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ വലിഞ്ഞു, കല്യാണത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത്. മാത്രമല്ല അതിന് കാരണം എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത്. പക്ഷെ അതിന്റെ പേരില് ശരി, അതിന്റെ പേരില് ആ പെൺകുട്ടിയെ കൊല്ലണം, ആ വീട്ടുകാരെ മുഴുവൻ അങ്ങ് കൊന്നേക്കണം എന്ന് കരുതി ഇറങ്ങുന്ന ഒരവസ്ഥ അതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇന്നിപ്പോൾ ആ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുവെങ്കിൽ വെഞ്ഞാറമൂടിനെ നടന്നതിനേക്കാൾ ദാരുണമായ ഒരു സംഭവമായിട്ട് ഇത് മാറുമായിരുന്നു ഉറപ്പായിട്ടും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വാർത്തകൾക്ക് താഴെ വന്ന് ഈ ചെറുപ്പക്കാരുടെ കമന്റുകളാണ്. അതിൽ ഒന്ന് രണ്ട് കമന്റുകൾ ഏറ്റവും ക്രൂരമാണ്. ആ പയ്യനെ കൊലപ്പെടുത്തിയ തേജസിനേക്കാൾ ക്രിമിനലുകളാണ് ഇവന്മാരെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവൾക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോഴത്തേക്ക് അവൾ മറ്റവനെ അങ്ങ് തേച്ചു, ഇവൾക്കൊക്കെ ഇതൊക്കെ തന്നെ കിട്ടണം, അല്ലെങ്കിലും മറ്റേ എന്തോ വീട്ടുകാര് ഗവൺമെന്റ് ജോലി ഉള്ളവന്മാർക്കല്ലേ ഇവളുമാരെയൊക്കെ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ. അത്തരത്തിലുള്ള കമന്റുകൾ. അതും പോട്ടെ, ഈ ജോലിയുടെ കാര്യത്തിലുള്ള കമന്റ് അല്ല. അതായത് ഇവളുമാർക്കൊക്കെ ഇതൊക്കെ തന്നെ കിട്ടണം എന്നുള്ള ആ ഒരു കമന്റ് ഒരാളല്ല കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർ ഇതേ കമന്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവളുമാർക്ക് ഇതൊക്കെ വരുത്തുള്ളൂ എന്നുള്ള ചില കമന്റുകൾ. അപ്പോൾ ഈ തേജസും ഇവരും ഈ കമന്റ് ഇട്ടവരും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പറയുന്ന ഈ കമന്റ് ഇട്ട ചെറുപ്പക്കാരിൽ ആരെങ്കിലും തന്നെയാണ് അവർക്കൊരു തേപ്പ് കിട്ടിയാൽ അവരും ഇത് തന്നെയാണോ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നമ്മൾ ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. ആദ്യമായി നമ്മൾ അതൊക്കെ പഠിച്ചെടുക്കേണ്ടത്. ഈ അച്ഛനമ്മമാർ എങ്ങനെയാണ് പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയുന്നത്, അതൊക്കെ കണ്ടാണല്ലോ നമ്മൾ വളരുന്നത്. പിന്നീട് നമ്മൾ ഒരു കൂട്ടുകെട്ടിലേക്ക്, പിന്നീട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീട് കഴിഞ്ഞാൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ, പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതൊക്കെയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഒരു ഗ്യാങ്ങിലാണ്, അതായത് ഒരു സുഹൃത്ത് വലയത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. പക്ഷേ ഈ സുഹൃത്ത് വലയം കൊണ്ട് നമ്മൾ എത്രത്തോളം മോശമാകുന്നു പല സമയങ്ങളിലും കേട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കൂട്ടുകാരുടെ കൂടെ കൂടിയപ്പോ ഞാൻ ഒന്ന് വെള്ളം അടിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഞാനൊന്ന് ഡ്രഗ് അടിച്ചു പോയതാണ്. അത്തരത്തിലുള്ള അതെങ്ങനെയാണ് നമ്മൾ നല്ലതിനെ തിരിച്ചറിയാനും മോശപ്പെട്ടതിനെ മാറ്റി നിർത്താനും അതിനാണ് നമുക്ക് കോമൺ സെൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നവർ അവർ ചിന്തിക്കുന്നില്ലേ, എന്നെ പരിചയമുള്ള ആരെങ്കിലും ഈ കമന്റ് കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, അവരെവിടെയെങ്കിലും എന്റെ ഈ കമന്റ് കണ്ടാൽ അവർക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതിനെപ്പറ്റി ഒന്നും യാതൊരു ധാരണയും ഇവർക്കില്ല. അതിലൊരു ഭയമോ അല്ലെങ്കിൽ ഒരു നാണക്കേടോ അങ്ങനെ ഒന്നുമില്ല. വായിൽ തോന്നിയത് വന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പുക എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറഞ്ഞത് അവളെ ആയിരുന്നു കൊല്ലേണ്ടിയിരുന്നത്. പിന്നെ ഒരു കമന്റും കൂടെ കണ്ടു, ഇതിപ്പോൾ അവളെ കൊന്നില്ലെങ്കിൽ എന്താ, അവൾക്ക് ജീവിതകാലം മുഴുവൻ വേദനിക്കാനുള്ള ഒരു വക തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ അവനെന്ന്. അതായത്
സഹോദരനെ കൊലപ്പെടുത്തിയത്. ശരിയാണ്, അവൾ മരിക്കുന്നതിനേക്കാൾ വേദനയായിരിക്കും ഒരുപക്ഷെ അവന്റെ സഹോദരൻ മരിച്ചത്. എല്ലാ കാലത്തും അവൾ അതിന്റെ പഴി കേൾക്കേണ്ടി വരും. അപ്പോൾ കാരണം പ്രണയത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണല്ലോ നിനക്ക് ഈ ഒരു ഗതി വന്നത്, നീ കാരണമാണല്ലോ. കാരണം ഇതേ ചിന്താഗതിയിലുള്ള ആൺകുട്ടികൾ തന്നെയാണ് ഇനി വളർന്നു വരുന്നതും ഒരുപക്ഷെ ഈ യുവതിയെ വിവാഹം കഴിക്കുന്നതും. തീർച്ചയായിട്ടും അവരും എപ്പോഴും പറയാൻ പോകുന്ന കാര്യം ഇത് തന്നെയാണ്, നീ ഒരു മുമ്പൊരു നിന്റെ കാമുകനല്ലേ നിന്റെ ബ്രദറിനെ കൊന്നത് എന്നുള്ള ഈ പഴി ഞാൻ കുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോവില്ല. അപ്പോ അത് ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇതേ ചിന്താഗതിക്കാരാണ് ഇവിടെ നമുക്ക് ചുറ്റും വളർന്നു വരുന്നത്. ഇത് മയക്കുമരുന്നിന്റെയും തുന്റൊന്നും സ്വാധീനമാണെന്നൊന്നും പറഞ്ഞ് നമുക്ക് അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അല്ല, തേജസ് മയക്കുമരുന്ന് ഉപയോഗിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളതായിട്ട് അല്ല പൊതുവെ നമ്മൾ പറയാറുള്ളത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് മയക്കുമരുന്നാണ് അല്ലെങ്കിൽ അത് മദ്യം കഴിച്ചിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അതൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഇല്ലാത്ത സ്വബോധമുള്ള ആൾക്കാർ തന്നെയാണ് അതിനേക്കാൾ കഷ്ടം ഇപ്പോൾ ഈ വിഷയത്തിൽ മതത്തിന്റെ പേരിൽ ഒരു സൈബർ ഇടത്തിൽ ഒരു വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം KT ജലീൽ പറഞ്ഞിരുന്നു ഒരു പ്രസ്താവന, വാവിട്ട ഒരു പ്രസ്താവനയാണ്. കാരണം ജലീൽ പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഈ മയക്കുമരുന്ന് കടത്തിനും ഉപയോഗിക്കാനും ഒക്കെ പോകുന്നത് മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് എന്ന്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വാർത്ത വന്നതിന് താഴെ എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നത്, ഇത് മദ്രസ പൊട്ടനൊന്നും അല്ലല്ലോ, അതിൽ മതം കലർത്തേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ പറയുന്നില്ല ഇത് ഒരു വിഭാഗം കമ്മ്യൂണിറ്റിക്കാർ മാത്രം ചെയ്യുന്ന കാര്യമാണ് എന്നല്ല. ഇപ്പോൾ നടന്നിട്ടുള്ള ക്രൈമുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഴുവനും മുസ്ലിങ്ങളാണ് എന്നല്ല പറയുന്നത്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ അഫാൻ ആണെങ്കിൽ വെള്ളറടയിൽ പ്രജിത്ത് ക്രിസ്ത്യാനിയാണ്, അതെ, തേജസ് ഹിന്ദു ആണ്. അപ്പോൾ അതുപോലെ ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ അടുത്തിടെ നടന്ന മറ്റൊരു ക്രൈം, അതിൽ ഒരു ഹിന്ദു കുടുംബമാണ്, അതായത് ആങ്ങളെയും പെങ്ങളുമാണ് ചേർന്നൊരു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ക്രൈമുകൾ വരുമ്പോൾ നിങ്ങൾ അതിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മതമൊക്കെ കലർത്താതെ ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന് ഒരുമിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അല്ലാതെ ഇത് ഹിന്ദുക്കൾ കൊന്നതല്ലേ ഇനിയിപ്പോ നമുക്ക് എന്താണ്, അവന്മാരങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിംസ് അല്ലേ, അവന്മാര് വണ്ടേ അങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു വേർതിരിവല്ല, ഇത് സമൂഹത്തെ മുഴുവനായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാൻ എന്തുകൊണ്ട് നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ ഒരു വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്താണ്, നമ്മൾ എപ്പോഴും പറയും മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ മികച്ചവരാണ് എന്ന് നമ്മൾ പറയുന്നത്. കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല ഒന്നിച്ചു നിന്നത്. വയനാട്ടിലെ പ്രതിസന്ധി വന്നപ്പോൾ ഒരുമിച്ചല്ലേ നമ്മൾ നിന്നത്. അന്ന് അവിടെ ഈ കോവിഡിന്റെ സമയത്തോ അല്ലെങ്കിൽ പ്രളയം വന്നപ്പോഴോ ഒക്കെ എല്ലാവരും പോയി ക്യാമ്പുകളിൽ കിടന്നു. അവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ അന്ന് ആ പ്രളയം നടന്ന സമയത്ത് ഓണം വന്ന സമയമാണ്. ഇത്രയും വലിയ ദുരിതത്തിൽ നിൽക്കുമ്പോഴും ക്യാമ്പുകളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഓണം ആഘോഷിച്ചവരാണ്. ഇതെല്ലാം ദേശീയ തലത്തിൽ വാർത്തയായതാണ് കേരളത്തെ കുറിച്ച്. ആ ഒരു കേരളമാണ് ഇപ്പോൾ ഓരോ ക്രൈം നടക്കുമ്പോൾ ഓരോ മതം തിരിച്ച് 2025 തുടങ്ങിയ മുതല് ഇന്നേ വരെ എത്ര ഇതുപോലത്തെ മുഴുവനും ഇങ്ങനത്തെ വാർത്തകൾ മാത്രം ഇല്ലാത്തൊരു ദിവസം പോലും. എല്ലാവരും ഇപ്പൊ പറയാറുണ്ട്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ തുറന്നു കഴിഞ്ഞാൽ എവിടെയാണ് മരണം, എവിടെയാണ് കൊലപാതകം, എവിടെയാണ് റേപ്പ്, ഇതല്ലാതെ നിങ്ങൾക്കൊരു ന്യൂസും പറയാനില്ലേ? ഇതാണ് ഉള്ള ന്യൂസ്. എന്ത് ചെയ്യാനാണ്? അത് മാത്രമല്ല, ഇപ്പോൾ കൊല്ലത്ത് നിന്ന് നമ്മൾ ആ വാർത്ത കേട്ട് ആ ഞെട്ടലിൽ നിൽക്കുമ്പോൾ കണ്ണൂരിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. 12 വയസ്സുകാരിയാണ് 4 മാസം പ്രായമുള്ള കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊന്നു. ഒന്ന് ഓർത്തു നോക്കുക, കുട്ടികളുടെ മനസ്സിൽ എത്രത്തോളം ഈ പക കയറി കൂടിയിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന സ്നേഹം കുറയും എന്നുള്ള ഭയം കാരണം ജനിച്ച് 4 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ഉറങ്ങുമ്പോൾ മൂത്ത കുട്ടി കൊണ്ടുപോയി കിണറ്റിലിട്ട് കൊന്നു. അപ്പൊ ഇതുപോലുള്ള ആൾക്കാരാണ് വളർന്നു വരുന്നത്. എന്തിനും ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിൽ ഉറച്ചു പോയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒന്നിനെ കൊന്നുകളയുക. അത് ഒന്ന് ഓർത്തു നോക്കുക, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലാണ് എറിയുന്നത്. ഈ കുട്ടിയും ഈ പറഞ്ഞതുപോലെ മുമ്പ് നെയ്യാറ്റിൻകരയിലുണ്ട സംഭവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ പത്രങ്ങളിലും കാര്യം ശരിയാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ വാർത്തകൾ വരുന്നത് കൊണ്ടാണോ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെ?
റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് പാഠമാകുന്നു എന്ന് പറയുന്നവരുമുണ്ട്. നിങ്ങൾ ഇതിനെല്ലാം ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ വാർത്തകൾ വീണ്ടും വീണ്ടും വരുന്നതെന്ന് അത് പറയുന്നത്. മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് കൊണ്ടല്ല, അത് മനുഷ്യന്റെ മനോഭാവത്തിൽ വന്നു പോയിട്ടുള്ള മാറ്റമാണ്. മാറ്റമാണത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 12 വയസ്സുകാരി 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് തന്റെ വീട്ടിൽ ഞാൻ ഒന്നും അല്ലാതായി പോകുന്നു എന്നുള്ള ഒരു തോന്നല് കൊണ്ടാണ്. മാതാപിതാക്കൾക്കുണ്ടാകുന്ന ചെറിയ ഒരു പിഴവിന് പോലും നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ എപ്പോഴാണ് പണ്ടെപ്പോഴും ആണ് എന്റെ വീട് അപ്പൂന്റെ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുള്ളത്. എത്ര വർഷങ്ങൾക്ക് മുൻപാണ്. ആ സമാനമായ സംഭവമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ ഒരു വീട്ടിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളോടെല്ലാം തന്നെ 3ഓ 5ഓ കുട്ടികളായിക്കോട്ടെ, എല്ലാവരെയും നിങ്ങൾ തുല്യമായി സ്നേഹിക്കാനും അവർക്ക് എന്ത് കിട്ടിയാലും തുല്യമായി അത് പങ്കിട്ട് കൊടുക്കാനുമുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. അല്ലാതെ ഇപ്പോൾ ചിലയിടത്തൊക്കെ കണ്ടിട്ടില്ലേ, കുട്ടികളെ വേർതിരിച്ച് കാണുന്നവരുണ്ട്. വേർതിരിച്ച് പക്ഷെ ഇവിടെ അത് പറയാൻ പറ്റില്ല. കാരണം 4 മാസമായ കുട്ടിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ആ വീട്ടിലെ കുട്ടിയെ കാണാൻ വരുന്നവരെ അച്ഛനും അമ്മയും ഇവരൊക്കെ എല്ലാം കൊച്ചു കുഞ്ഞിനോട് കൂടുതൽ അടുപ്പം കാണിക്കും. അത് സ്വാഭാവികമാണ്. ഇപ്പൊ കാണാൻ വരുന്നവരെ കുഞ്ഞിനെ കാണാൻ ആൾക്കാർ വരുന്നു, കുഞ്ഞിന് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഇതിപ്പോ ബന്ധുക്കളുടെ കാര്യമല്ല ആ കുട്ടി പറയുന്നത്. അച്ഛനും അമ്മയ്ക്കും തന്നോടുള്ള സ്നേഹം കുറയുന്നു എന്ന തോന്നലാണ്. അപ്പൊ അതൊക്കെ ഒരു പണ്ടൊക്കെ ഓരോ വീടുകളില് 8ഉം 9ഉം 10ഉം കുട്ടികളുള്ള വീടുകളുണ്ടായിരുന്നു. കൂട്ടുകുടുംബങ്ങളുടെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഒരാൾ ശ്രദ്ധിക്കാനില്ലെങ്കിൽ വേറൊരാളുണ്ട്. ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അവിടെ. പക്ഷെ ഇവിടെ തിരിച്ചാണ്. ഇന്നിപ്പോൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഒരു കുഞ്ഞു കുട്ടി വരുമ്പോൾ ശരിയാണ്, അമ്മയ്ക്ക് കൂടുതൽ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടി വരും. ആ സമയങ്ങളിൽ അച്ഛന്മാർ മറ്റു കുഞ്ഞിനെ, തന്റെ മൂത്ത കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നുള്ളതാണ്. കാരണം എവിടെയെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തീരാ ദുഃഖത്തിലേക്ക് നമ്മളൊക്കെ വീണു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ കൊല്ലത്തെയും കണ്ണൂരിലെയും നടന്നിരിക്കുന്ന സംഭവങ്ങൾ വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ്. ആ കുഞ്ഞ് ഇപ്പോൾ പോലീസുകാരൊന്ന് ചോദ്യം ചെയ്തപ്പോൾ അത് പേടിച്ച് എല്ലാ കാര്യങ്ങളും പറയുകയായിരുന്നു. പോലീസ് പോലും അവിടെ നിസ്സഹായരായി പോയി. 12 വയസ്സുള്ള ഒരു കുഞ്ഞാണേ, എന്ത് ചെയ്യാനാ കുട്ടി? അതിനെ എങ്ങനെ ചോദ്യം ചെയ്യണമെന്ന് പോലും പോലീസിന്. പക്ഷെ ജുവനൽ ഹോമിലാക്കിയേ പറ്റുള്ളൂ. എല്ലാം ദുഃഖകരമായ കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ഈ കൊല്ലത്ത് നടന്ന ഈ സംഭവത്തിൽ, അതായത് തേജസ് എന്ന് പറയുന്ന അയാൾ കാമുകിയെ കൊലപ്പെടുത്താൻ ചെന്നിട്ട് കാമുകിയുടെ സഹോദരനെ കൊലപ്പെടുത്തിയതിൽ ഈ തേച്ചതിന്റെ കഥകളും കമന്റുകളുമായിട്ട് നിങ്ങൾ വരരുത്. ഭീതിതമായ അവസ്ഥയാണ്. നിങ്ങളൊന്ന് ഓർക്കുക, പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു കേരളം അല്ല ഇതിപ്പോഴുള്ളത്. ചെറിയ ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും, ഒരു കമന്റ് ഇടാൻ പോലും ഭയമാണ്. അതെ. അപ്പോൾ അതൊന്നും നോക്കാതെയാണ് ചുമ്മാതെ സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങി അങ്ങ് കമന്റ് ഇട്ടോളുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള കമന്റുകൾ. ഒരാൾ നിങ്ങളെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുന്നതാണോ നിങ്ങളുടെ ജീവിതം? അപ്പോൾ അത്രയ്ക്ക് വിലയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങൾക്ക് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ നമ്മളൊക്കെ തമാശക്കാണെങ്കിലും പറയത്തില്ലേ, അവള് പോയാൽ അവിടെ കുഞ്ഞമ്മാന്ന്. അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി എന്നേ. തൃഷ പോയാൽ നയൻതാര വരും, അത്രയേ ഉള്ളൂ. അവള് പോയാൽ വേറൊരാൾ, അത്രയേ ഉള്ളൂ. ഇതിപ്പോ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ഒരുത്തനും കിട്ടണ്ടെന്നുള്ള ഒരു ധാർഷ്ട്യം കൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ആണോ പെണ്ണോ ആയിക്കോട്ടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ അവസ്ഥ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 തുടങ്ങിയതിന് ശേഷം ഒന്ന് ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കാൻ പേടിയാണ്. ഇനിയിപ്പോ എന്താണ്? എല്ലാ ദിവസവും ഞെട്ടിപ്പിക്കുന്ന 2 വിഷയങ്ങളെങ്കിലും ഉണ്ടാവാതിരിക്കാറില്ല. ചില സമയത്തൊക്കെ ഈ കൂട്ടുകാരൊക്കെ തന്നെ കളിയാക്കാറുണ്ടോ, നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഇഷ്ടം പോലെ വാർത്തയല്ലേ എന്നൊക്കെ. അവരതൊക്കെ എന്ത് ലോജിക്കിൽ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ വാർത്തകൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകർക്ക് സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. കാരണം ഇത് കണ്ടും കേട്ടും നമ്മളും മരവിച്ചു പോവുകയാണ്. പിന്നെ നമുക്കിത് പറയാതിരിക്കാൻ നിവൃത്തിയുമില്ല. അതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ നല്ലതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാനേ കഴിയില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ബോറടിക്കും. അപ്പൊ അത് പറയണ്ട. എന്തായാലും ഇത്തരം സംഭവങ്ങൾ എന്തായാലും തികച്ചും വേദനാജനകം തന്നെയാണ്. ഇത് എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മുടെ മക്കളോടെങ്കിലും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അവരെങ്കിലും നമുക്ക് അങ്ങനെ സാധിക്കാലോ. ഒരു നാട് മൊത്തം നേരെയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല, പക്ഷെ നമുക്ക് നമ്മുടെ കുടുംബം നേരെയാക്കാം. ഓരോ വീടുകൾ നന്നായാൽ അതാ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിലത്തെ ഒരു സ്വരച്ചേർച്ചയും ഇതും നിലനിർത്താൻ ശ്രമിക്കാം. മക്കളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ നമുക്ക്
പരമാവധി അച്ഛനമ്മമാർക്ക് ശ്രമിക്കാം. അതുപോലെ മക്കളും ചിന്തിക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്നത് ടീനേജിലൊക്കെ പെട്ടിട്ടുള്ള കുട്ടികളായതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരോട് കൺവേ ചെയ്യൂ. അവർക്ക് അറിയാം, കാരണം അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കാൾ കൂടുതൽ പ്രായം ജനിച്ചവരാണ്. അതുകൊണ്ടാണല്ലോ അവർ നിങ്ങളുടെ അച്ഛനും അമ്മയായത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടിൽ തുറന്ന് സംസാരിക്കൂ. ഇത്തരം പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചാടുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കൂ. അവരൊരു മാർഗം കാണിച്ചു തരും. ഇപ്പൊ ഈ കേസിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ രണ്ട് വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചതാണ്. പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, ശരിയാവില്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം പെൺകുട്ടികളുടെ വീട്ടുകാർ അതിൽ നിന്ന് മാറിയത്. അപ്പൊ തീർച്ചയായും തേജസ് ചെയ്യേണ്ടിയിരുന്നത് ഇത് ആ അച്ഛനും അമ്മയുമായി, അച്ഛന്റെ അച്ഛനും അമ്മയുമായി സംസാരിക്കുക. അവളുടെ കുടുംബക്കാർക്ക് എന്നെ വിധിച്ചില്ല. പക്ഷെ അത് തേജസ് അച്ഛനോടും അമ്മയോടും സംസാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് മകനോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ നിങ്ങൾ മക്കളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടല്ല, മറിച്ച് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും കൂടി തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നവര് നിങ്ങൾ പറയുന്നുണ്ടാവും, നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ പറയും ഞങ്ങളുടെ കൂട്ടുകാരാണെന്ന്. പക്ഷെ തീർച്ചയായിട്ടും അല്ല. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറയൂ. അവർക്ക് തീർച്ചയായും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഈ ലോകത്തില്ല. അല്ലാതെ വെട്ടാനും കൊല്ലാനും പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു മിനിറ്റ് ആലോചിക്കൂ. അത്രേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.